കൂട്ടുകാർക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വീഡിയോസിന് ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ചിപ്പിമോളം കൂട്ടിക്കൊണ്ട് ഇഷിത മാഷിന്റെ പ്രിയമയുടെ അരിയിലേക്ക് വരുവാണ്. ആ സമയത്ത് ചിപ്പിമോളുടെ മാഷും പ്രിയാമണിയൊക്കെ വിശേഷങ്ങളോ തിരക്കുവാണ്, സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോഴേക്കും ചിപ്പിമോള് പറഞ്ഞു, അതെ സ്കൂളിൽ പോയിട്ട് വലിയ വിശേഷം ഉണ്ടെന്ന് പറയാം. എന്ത് വിശേഷം? അതിനെ എനിക്കാണ് ഇത്തവണത്തെ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് കിട്ടിയെന്ന് പറയാം. ആഹാ കൊള്ളാലോ, കൺഗ്രാസ് മോളെന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി ചേർത്ത് പിടിക്കാണ്. അതുപോലെ തന്നെ മാഷും എന്റെ ഈ കൊച്ചുമോള് മിടുമിടിക്കല്ലേന്ന് ചോദിക്കും. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറയാണ് മാഷിനോട്. ആ സമയം സുജി പറഞ്ഞു കൊള്ളാലോ എന്നും പറഞ്ഞ് സുജിയും വന്ന് അഭിനന്ദിക്കുന്നുണ്ട്. ആ സമയം ചിപ്പിമോൾ പറഞ്ഞു, ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടൊന്നും കാര്യമില്ല, എന്നെയൊക്കെ കണ്ടുപിടിക്കാൻ പറയണം. പിന്നെ ആണോന്നോ, നിന്നെ കണ്ടുപിടിച്ചിട്ടില്ലേ ഞാൻ നാളെ പാസ്സാവാൻ പോകുന്നേ എന്ന് സുചിത്ര പറയാ. പിന്നീട് വെച്ച് വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അത് മാത്രല്ല ഇങ്ങോട്ട് വരുന്ന വഴിക്കേ അതെ ഡാഡി സൂപ്പർമാനായെന്ന് പറയാണ്. സൂപ്പർമാനായോ? ഒന്നും മനസ്സിലായില്ല അവർക്ക് എന്താന്ന്. ഈഷതിക്ക് മനസ്സിലായി ചിപ്പിമോളെല്ലാം തകർത്തെന്ന്. കാരണം വരുന്ന വഴിക്ക് മഹേഷിനെ കുറച്ച് ആൾക്കാർ ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ച കാര്യം അത് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ലായിരുന്നു. ചിപ്പിമോളാണ്ട് അത് പറയുകയും ചെയ്തു. പെട്ടെന്ന് മാഷ് ചോദിച്ചു, എന്താ ഇഷ്യൂ? ചിപ്പിമോൾ എന്താ പറഞ്ഞെന്ന് ചോദിക്കാം. അത് പിന്നെ അച്ഛാ കാര്യം എന്താന്ന് പറ. അത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായിരുന്നു, അതും മഹേഷിന് നേരെയായിരുന്നു പറയാ. മഹേഷ് കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് മാത്രം അവന്മാരെ അടിച്ചോടിക്കാനായിട്ട് പറ്റി. എന്നിട്ടോ എന്തിനു പറ്റിയോ? ഒന്നും പറ്റിയൊന്നുമില്ല, ഞങ്ങൾക്ക് ആർക്കൊന്നും പറ്റിയില്ല, മഹേഷിനെ ടാർജറ്റ് ചെയ്തതെന്ന് തോന്നുന്നതെന്ന് പറയണം. ഇത് കേട്ട് പ്രിയാമണി പറഞ്ഞു, അല്ല അത് പിന്നെ ഇഷു നീ സൂക്ഷിക്കണം. അല്ല ആരാന്ന് വല്ല അറിയാവുന്ന മാഷി ചോദിക്കാം. എനിക്കൊന്ന് അൻസാരിദാസിന്റെ ഗുണ്ടകളാന്ന് തോന്നേ, ഒന്നെങ്കിൽ മഹേഷ് അല്ലെങ്കിൽ ഞങ്ങളിൽ ആയിരിക്കും അവർ നോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷെ മഹേഷിന് മുന്നിൽ അവന്മാർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ഞാനപ്പോ തന്നെ പോലീസിനെ വിളിച്ചായിരുന്നു. പക്ഷെ പോലീസിന്റെയും കൂടെ ഉള്ള ഒരു ഒത്തുകളെ തോന്നേ. പോലീസുകാർ കുറച്ച് സമയം കഴിഞ്ഞിട്ടാ വന്നേ എന്നൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം പ്രിയാമണി പറഞ്ഞു, എന്റെ ഭഗവാനെ എന്തൊക്കെയാ കേക്കണേ, ഇപ്പൊ തന്നെ എനിക്ക് പേടിയായിട്ട് രക്ഷയില്ലെന്ന് പറയാം. ഇതാ ഞാൻ പറഞ്ഞേ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അമ്മയോട് പറയാത്തെ, അമ്മ വെറുതെ ടെൻഷൻ അടിക്കും, അതിന്റെ കാര്യമൊന്നും ഇല്ലെന്നേ. ആ പ്രശ്നം അപ്പോഴത്തേന് തീർന്നു പറയണ. ആ സമയം ചിപ്പിമോള് അത് മാത്രമല്ലാന്ന് പറയണ. പിന്നെയോ സ്കൂളിലെ വേറെ ആളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പറയണേ. ഇത് കേട്ടും ഇഷ്ടിത പറഞ്ഞു, അത് പിന്നെ രജനി ആകാശം വന്നിട്ടുണ്ടായിരുന്നു പറയാം സ്കൂളില്. രജനി ആകാശോ? അവര് വന്നിട്ടുണ്ടായിരുന്നു. ചിപ്പിമോളുടെ മീറ്റിങ്ങിനും അവരുണ്ടായിരുന്നു. പക്ഷെ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ അവരങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയെന്ന് പറയാ. ഇത് കേട്ടപ്പോ സുഹിത്ര പറഞ്ഞു, കിട്ടാനുള്ളത് കിട്ടിക്കാണായിരിക്കും വയർ നിറച്ച്, അതുകൊണ്ടായിരിക്കും അവര് പോയെന്ന് പറയാ. മാഷ് പറഞ്ഞു, അല്ല അവരെന്തിനാ അങ്ങോട്ടേക്ക് വരുന്നേ സ്കൂളിൽ വിടാനായിട്ട്? ഇനി മഹേഷ് രജനിക്ക് വേറെ വല്ല കുട്ടി എന്തേലും ഉണ്ടോ? അതുകൊണ്ടാണോ? ഇനിയിപ്പോ അതിന് വല്ല അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നാണോ? അല്ല സ്കൂളിൽ വരേണ്ട വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് കേട്ടപ്പോ ഇഷിത പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, വേറെന്തേലും ആവശ്യത്തിന് വന്നായിരിക്കും, അല്ലെങ്കിൽ ചിപ്പിമോളുടെ പേരൻസ് മീറ്റിംഗ് അല്ലായിരുന്നു, അപ്പൊ വേണേ ചിപ്പിമോളെ കൂടെ കാണാൻ വേണ്ടി വന്നാണോ എന്നറിയില്ല എന്ന് പറയണ. പ്രിയാമണി പറഞ്ഞു, രജനയാണ് ആള്, ഒന്ന് സൂക്ഷിക്കുന്നല്ല, എന്തിനും ഏതിനും മടിക്കാത്തവള അവള് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇഷിത പറഞ്ഞു, ആ കാര്യത്തിലൊന്നും പേടിയില്ല എനിക്കമ്മേ. ഇനിയിപ്പൊ എന്തൊക്കെ ചെന്ന് പറഞ്ഞാലും ചിപ്പിമോളെ കോടതി ഞങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്ന എന്ന് പറയാ. ഇത് കേട്ടപ്പോ ചിപ്പിമോള് പറഞ്ഞു, ഞാൻ രജനാമ്മയോടൊന്നും പോകത്തില്ല, ഞാൻ എന്റെ ഇഷിതാമ്മയുടെ കൂടെ മാത്രം ഇനി കഴിയുള്ളൂ എന്ന് പറയാ. ഇത് കേട്ടപ്പം മാഷിനും പ്രിയാമണിക്കൊക്കെ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഈ സമയം രചന ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം ആകെപ്പാടെ ടെൻഷൻ. ആകാശാണെങ്കിൽ ആദ്യത്തിനെ കൊണ്ടുവരാനായിട്ട് പോയേക്കുവാണ്, ഇതുവരെയായിട്ടും വന്നിട്ടില്ല, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. എപ്പോഴാ അവന് വരുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ രചന ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കാറ് വന്ന് നിൽക്കുന്നത്. കാറിനകത്തുനിന്ന് ആദ്യത്തിന് ഓടി ഇറങ്ങി വരുവാണ്. ആദ്യത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രചനയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. രചന ഓടിപ്പോയി ആദ്യത്തിനെ കെട്ടിപ്പിടിക്കുകയാണ്. മോനെന്നും പറഞ്ഞോണ്ട് അമ്മയെന്നും പറഞ്ഞോണ്ട് ആദ്യത്തിനും കെട്ടിപ്പിടിച്ചു. മോന് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ എനിക്ക് സുഖമാന്ന് പറയണം. അപ്പോഴേക്കും ആകാശം അങ്ങോട്ട് കയറി വന്നു. ആകാശം പറഞ്ഞു, ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേന്ന് ചോദിക്കാം. എനിക്ക് സന്തോഷമായി, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായെന്ന് പറഞ്ഞോണ്ട് ആകാശനെ കെട്ടിപ്പിടിക്കുകയാണ്. മോൻ വന്നേ, അമ്മ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. പിന്നീടും അവനോട് പറഞ്ഞു, അതെ ഇനി തൊട്ട് മോനെ ഇവിടെ നിന്നാ പഠിക്കണേ, അമ്മയുടെ കൂടെയാന്ന് പറയണം. അപ്പോഴും ഊട്ടിയുടെ സ്കൂളിൽ ഇനി മോൻ പഠിക്കണ്ട, ഇവിടുത്തെ സ്കൂളിൽ പഠിച്ചാൽ മതി, ഏറ്റവും വലിയ സ്കൂളിൽ തന്നെ മോനെ ഇനി അമ്മയും ഡാഡിയും കൂടെ ചേർക്കാനായിട്ട് പോണേന്ന് പറയാം. അതെനിക്ക് മനസ്സിലായി, വരുന്ന വഴി എന്റെ ഡാഡി കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പറയാം. മോന് സന്തോഷമായെന്ന് ചോദിക്കും.
സന്തോഷമായെന്ന് പറയാ. എന്നാ മോന് കഴിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിക്കും. എനിക്കിപ്പോ വേണ്ട, ഒന്നും വേണ്ട, വരുന്ന വഴിക്ക് ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേന്ന് പറയാം. ആ സമയം ആകാശ് ഇവരെ രണ്ടുപേരും കൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ഇവരുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ. പിന്നീട് രചന പറഞ്ഞു, മോനറിയാലോ, ഉം, ഒരു പക്ഷേങ്കില് മോന്റെ ഡാഡി ആ മഹേഷ് എന്ന് പറയുന്നവൻ മിക്കവാറും മോൻ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമായിരിക്കും മോനെ കാണാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദിത്യം പറഞ്ഞു, അയാൾ ഇങ്ങോട്ട് വരട്ടെ, എന്റെ ഏറ്റവും വലിയ ശത്രു അയാളാ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ അമ്മയുടെ മുന്നിലേക്ക് അയാളെ ഞാൻ കൊണ്ടുവരും, മാപ്പ് പറയിക്കും. അതിനു വേണ്ടിയിട്ടായിരിക്കും ഇനി എന്റെ ശ്രമം. കാരണം രചനയുടെ അതേ സ്വഭാവം കിട്ടിയിരിക്കുന്ന ആദിത്യനാണ്. രചന ഉള്ളതും ഇല്ലാത്തതെല്ലാം പറഞ്ഞ് ആദിത്യനെ മയക്കി വെച്ചിരിക്കുകയാണ്. ചെറുപ്പ സമയത്ത് ആദിത്യന് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവന് വേണ്ടുന്ന വില കൂടിയ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ കടപ്പാട്ടങ്ങളോ ഒന്നും മേടിച്ചു കൊടുക്കാനായിട്ട് ഈ മഹേഷിന് കഴിവുണ്ടായിരുന്നില്ല. ആ സമയം രചന മാക്സിമം വിനിയോഗിക്കുകയോ ചെയ്തേ. പക്ഷെ അത് മഹേഷിന്റെ ഇഷ്ടക്കുറവ് കൊണ്ടാണ് ആദിത്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണെങ്കിൽ ആദിത്യന് മഹേഷിനോട് ഇഷ്ടക്കുറവുണ്ട്. അതുകൊണ്ട് മഹേഷിനെ വെറുക്കാനുള്ള പ്രധാന കാരണം. രചനയ്ക്കറിയാം ഇവൻ ഇങ്ങോട്ടൊന്നും ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നില്ല, മഹേഷിന്റെ കൂടെ പോകാൻ പോകുന്നില്ല. ഇവനെ വെച്ചൊരു കളി കളിക്കാൻ തീരുമാനിച്ചു. പിന്നീട് ആദിത്യനോട് മോൻ്റെ കാര്യം ചെയ്യാം, റെസ്റ്റ് ചെയ്യാനും പറഞ്ഞുകൊണ്ട് അവനെ അവിടെ നിർത്തിയിട്ട് രചന അപ്പുറത്തേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വന്നു. രജനിയോട്, ചിപ്പ് നിനക്ക് സന്തോഷമായില്ലേ നിൽക്കും. സന്തോഷമായി, അവൻ എൻ്റെ മോനാ, അവനെ വിചാരം കളി കളിക്കും. ഇനി മഹേഷിന്റെ ഒരു കളികളും നടക്കില്ല. ചിപ്പിനെ ഇവിടെ ഞാൻ കൊണ്ടുവരും. ആ പറയുന്ന സ്വപ്നവല്ലീനെ മഹേഷിന്റെ ഒക്കെ എന്റെ കാലിച്ചൂടി ഞാൻ വരുത്തും. ഈ ആദിത്യനെ വെച്ചിട്ട് ഞാൻ ഡ്രാമ കളിക്കാണ്ട് പോണേന്ന് പറയാം. ആകാശ് പറഞ്ഞു, അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടെന്ന് പറഞ്ഞാല്. ഇനിയാണ് അവൻ അറിയാനായിട്ട് പോകുന്നത്. അവന്റെ CEO പദവിയും പോയി, അവനെല്ലാം ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടാൻ പോവാ. ഇത്രയും കാലം ഇഷ്ടതി ആ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ആദിത്യൻ എന്ന് പറഞ്ഞൊരു മകനും കൂടെ ഉണ്ടെന്നുള്ള കാര്യം. ഇനി ഇപ്പൊ അവൾ ആ കാര്യങ്ങൾ അറിയും. അതറിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു ബോംബ് പൊട്ടും. അധികം വൈകാതെ തന്നെ ഇഷിത കണ്ടോ മിക്കവാറും മഹേഷിനെ ഇട്ടിട്ട് പോകുന്നു പറയാം. പക്ഷെ അതങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. നടക്കും, നീ കണ്ടോ രചന. അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ഇനി നമ്മൾ ആദിത്യനെ വെച്ച് ഒരുക്കാനായിട്ട് പോവാണെന്ന് പറയാണ്. ഈ സമയം മഹേഷ് ആകെപ്പാടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മഹേഷിന്റെ ഉള്ളില്. കാരണം മറ്റൊന്നുമല്ല, ആദിത്യൻ അവൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ തനിക്കൊരു ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. അവന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയവൻ എത്താന്. അവൻ അവൻ എപ്പോഴും രചനയോടാണ് സിമ്പതിയുള്ളത്. കാരണം രചനയ്ക്കാണ് കോടതി അവനെ വിട്ടുകൊടുത്തിരിക്കുന്നത്. തനിക്ക് അവനെ കാണാൻ പോലുള്ളൊരു അവകാശം പോലും ഇല്ല. തന്നോട് അവന് ഇപ്പോഴും ദേഷ്യമാണെന്ന് തോന്നേ. അങ്ങനെയാണെങ്കിൽ രചന അത് മാക്സിമം വിനിയോഗിക്കുകയും ചെയ്യും. പോരാത്തന് താൻ അവനെ കാണാനൊന്നും ഇതിനായിട്ടും പോയിട്ടുമില്ല. അതിനുള്ള അവകാശമൊന്നും തനിക്കില്ലായിരുന്നു താനും. ഇഷിതയോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇത് മൂടി വെക്കാൻ പറ്റില്ല. ഇഷിതയോട് പറയണം. തുറന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാവും. ഒന്നും അവളിൽ നിന്ന് മറിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ മഹേഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത്. ഇഷിത ഒന്നിച്ചു, എന്താ പറ്റി? ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറയണം. ഒന്നുമില്ല എന്ന് പറയും. എനിക്കറിയാം എന്തോ മനസ്സിലൊരു ടെൻഷൻ ഉണ്ട്. എന്ത് ടെൻഷൻ ഉണ്ടെന്ന് തുറന്നു പറയണം മഹേഷേ. അല്ലെങ്കിൽ അറിയാലോ, മുമ്പത്തെ പോലെ ഇങ്ങനെ ഒളിച്ചോട്ടം ആണെങ്കിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാം. എന്തുണ്ടെങ്കിലും തുറന്നു പറ, നമുക്ക് തുറന്ന് സംസാരിക്കാൻ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളെന്ന് ചോദിക്കുക. അത് കേട്ടതും മഹേഷ് പറഞ്ഞു, അത് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ എന്നോടുള്ള ഇഷിതയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ എന്നെ വെറുക്കുമായിരിക്കും, എന്നോട് ചീത്ത പറയായിരിക്കും. ഇത്രയും കാലം അത് മറച്ചു വെച്ചേന്. പക്ഷെ എന്റെ അവസ്ഥ കൊണ്ടാന്ന് പറയണം. ഇത് കേട്ടതും ഇഷിത പറഞ്ഞ, കാര്യം എന്താന്ന് മഹേഷ് പറഞ്ഞില്ല എന്ന് പറയാം. അത് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിസ്സാര കാര്യമുള്ളെന്ന് പറയണം. പിന്നെയോ, അത് പിന്നെ ചിപ്പി മാത്രമല്ല എനിക്ക് കുട്ടിയായിട്ടുള്ള ഒരു നിമിഷം ഇഷ്ടം ഞെട്ടിപ്പോയി. പിന്നെയോ, എനിക്ക് ആദിത്യൻ എന്ന് പറയുന്ന ഒരു മോനും കൂടെ ഉണ്ടെന്ന് പറയാണ്. എനിക്ക് ആദ്യത്തെ കുട്ടി എൻ്റെ ഒരു മോനാണ്, അവന്റെ പേര് ആദിത്യൻ എന്നാന്ന് പറയണം. ഇത് കേട്ടും ഇഷിതയുടെ നെറിയിൽ ഒരു കൂടം കൊണ്ട് അടിച്ച പ്രതീതിയായിരുന്നു. ഇഷിത ചോദിച്ചു, മഹേഷ് എന്തൊക്കെയാ പറയണേ? ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ടിച്ച് പോയി ഇഷിത ഒരു ഞെട്ടലോടെ ഇരിക്കുക. അവന് ഇപ്പൊ രചനയോടുകൂടിയാണ്. ഇനി അവനെ വെച്ച് കളിക്കാനായിരിക്കും അവള് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇനി എനിക്ക് അവനെ കിട്ടാനായിട്ട് പോകുന്നില്ല. അവന്റെ സ്വഭാവത്തിൽ പണ്ട് മുതൽ നല്ല മാറ്റമായിരുന്നു. ഇനി ഒരിക്കലും അവന്റെ അടുത്തേക്ക് എനിക്ക് ചെല്ലാനോ കാണാനോ ഒന്നും കഴിയില്ല. എന്റെ മോൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനെ കാണാനൊക്കെ തോന്നും ഇഷിത. പക്ഷെ അവള് മനഃപൂർവ്വം അവനെ വെച്ച് കരുവാക്കും. എന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഇനിയിപ്പം ആദിത്യനെ വെച്ച് ആകാശൻ രചനയും കൂടെ നടത്താനായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷിന്റെ കണ്ണ് നിറഞ്ഞു വരുവാണ്. ഞാൻ ഒരിക്കലും അവനെ ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്റെ അവസ്ഥ അന്നത്തെ അങ്ങനെയായിരുന്നു. പക്ഷെ അത് രചന മാക്സിമം വിനിയോഗിക്കുകയോ ചെയ്തേ. അവൾക്ക് എന്നിൽ നിന്ന് ഡിവോഴ്സ് വേണമായിരുന്നു. അതിലെല്ലാം വേണ്ടിയിട്ട് അവൾ കാണിച്ചു കൂട്ടിയത് അതൊക്കെ എന്നൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത ഒരു ഞെട്ടലോടെ ഇരിക്കുകയാണ്. ഇഷിതയ്ക്ക് അതിന് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്ന